ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് ബെർലിനിലെ ടിയർ ഗാർഡൻ. ഇത് ബെർലിൻ്റെ സെൻറ്ററിൽ തന്നെയുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ്. നമുക്കിതിലെ സായാഹ്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ ഇതിൽ നടക്കാൻ വരാം. അതുപോലെ തന്നെ ജോഗിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഈ പാർക്കിൻ്റെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ലേക്കുകളൊക്കെ ഉണ്ട്. അതിൽ കുഞ്ഞു താറാവുകളൊക്കെ നീന്തി നടക്കുന്നതും കാണാം. പിന്നെ ഇതിലെ ചെറിയ മുയലുകൾ ഓടി നടക്കുന്നത് കാണാം. അങ്ങനെ ഇത് നമുക്ക് എന്തുകൊണ്ട് മനസ്സിന് ഒരു കുളിർമ തരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ അതുപോലെ തന്നെ നല്ല ഫ്രഷ് എയർ ഒക്കെ ശ്വസിക്കാം. അതുകൊണ്ട് നമ്മളൊരു ജോഗിങ് ഒക്കെ ഇവിടെ നടത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഉണർവും ഉന്മേഷവും ഒക്കെ കിട്ടും. അങ്ങനെ ഇതിലെ കുറച്ചങ്ങ് നടന്ന് ചെല്ലുമ്പോൾ ബെർലിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലം കാണാം. അതാണ് സീഗസ് സോയിൽ. ഈ പാർക്കിൻ്റെ ഒരു സൈഡിൽ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടമുണ്ട്. ഇനി നമുക്ക് അവിടെ ഇരുന്നാകാം നമ്മുടെ ബാക്കി വിശേഷങ്ങൾ. ഇതൊരു ഓണപ്പൂക്കളം പോലെ ഉണ്ടല്ലേ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഓണത്തിനൊക്കെ പറ്റിയൊരു പായസം. നല്ല ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഒരു പായസമാണ് ഇത്. ക്യാരറ്റും സേമിയയും കൂടെ നമ്മൾ ഒരുമിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ ഓണത്തിനുള്ള സ്പെഷ്യൽ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ ക്യാരറ്റ് സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് സേമിയ, 1 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ്. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3/4 കപ്പോളം പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ഏലക്ക വേണം. അതുപോലെ 1 ടീസ്പൂൺ ജീരകം, കുറച്ച് കാഷ്യൂ നട്ട്, കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ ഇതെല്ലാം വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് വേണം. 2 ടേബിൾ സ്പൂൺ ചവ്വരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് വേവിക്കാനായിട്ട് 1 ഗ്ലാസ് വെള്ളം വേണം. അതുപോലെ തന്നെ 2 ലിറ്റർ പാലും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച ശേഷം നമുക്ക് ആ ചവ്വരി ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളത് ചെറിയ ചൂടിലാണ് അത് വേവിച്ചെടുക്കുന്നത്. അത് വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ കാഷ്യൂ നട്ടും അതുപോലെ തന്നെ മുന്തിരിയും ഒക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ ഫ്രൈയിങ് പാനിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ആ നെയ്യ് ഒഴിച്ച് അതൊന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലപോലെ വറുത്തെടുക്കാം. ഇങ്ങനെ കാഷ്യൂ നട്ട് വറുത്ത് കോരിയെടുത്ത ശേഷം നമുക്ക് അതേ നെയ്യിൽ തന്നെ മുന്തിരിയും കൂടി ഇട്ട് വറുത്തെടുക്കാം. മുന്തിരിയും വറുത്ത് കോരിയെടുത്ത ശേഷം നമുക്കതിനകത്ത് മിച്ചം വരുന്ന നെയ്ക്കകത്തോട്ട് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ക്യാരറ്റിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ നെയ്ക്കകത്ത് വഴറ്റിയെടുക്കുന്നത്. ഇട്ട് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഒരു നല്ല മണം കിട്ടിത്തുടങ്ങും. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ആ മണം കിട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇത്രയും സമയത്തിനുള്ളിൽ നമ്മുടെ ചവ്വരി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഞാൻ കുറച്ച് സമയം മൂടി വെച്ചുമാണ് വേവിച്ചെടുത്തത്. ഇനി ഞാനിവിടെ ചെയ്യുന്നത് ഈ ഏലക്കായും ജീരകവും കൂടെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ പഞ്ചസാര ഇടുന്നത് അത് പെട്ടെന്ന് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ചെയ്ത ശേഷം നമുക്കിനി ഒരു വലിയ ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ, അതായത് ഉരുകിയ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് സേമിയ ഇട്ട് കൊടുത്തുകൊണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മുഴുവൻ സമയവും നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കുറച്ച് സേമിയൊക്കെ കരിഞ്ഞ് പിടിച്ച് പോകും. അതൊരു നല്ലൊരു പരുവത്തിൽ എല്ലാ സേമിയയും ഒരേ സമയത്ത് അത് വറുത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എപ്പോഴും ഇളക്കി കൊടുക്കുന്നത്. നമ്മുടെ സേമിയ ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട്
പാലൊഴിച്ച് കൊടുക്കാം. പാല് തിളപ്പിച്ച ശേഷം അതിനകത്തോട്ട് സേമിയ ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പാത്രത്തിൻ്റെ അടിയിൽ ഇത് കരിഞ്ഞ് പിടിക്കത്തില്ല. നമ്മൾ ഓൾറെഡി ഇതൊന്നെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള പാലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ച് പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ട് അത് വേവിച്ചെടുക്കുന്നതാണ് നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ നല്ലത്. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചവ്വരി, നല്ലപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഏതാണ്ട് അരമണിക്കൂറോളം ഞാനിതിപ്പം ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ സേമിയയൊക്കെ ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ജീരകവും ഏലക്കായും പൊടിച്ച് വെച്ചിരിക്കുന്നത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ടയായിട്ട് അവിടെ കിടക്കും. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും അതുപോലെ ഉണക്കമുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങി മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് കമൻ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇനിയും ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.